ഹായ് ഗായ്സ്. നാണം വന്നു ഗായ്സ്, ഓടി ഒളിച്ചു ഗായ്സ്, പിറകിലുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ, ഞാൻ മാത്രമല്ല, എൻ്റെ പിറകിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിപ്രു പിക്ലാഞ്ചി വാപ്പച്ചിയെ പ്രാങ്ക് ചെയ്യണോ? ഓഫ് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മളിന്ന് എവിടെയാണുള്ളത്? ദുവാ മണക്കാടാണ്. മണക്കാട് പുതിയ വീട്ടിലാണുള്ളത്. നമ്മൾ പുതിയ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദുവാ, പുതിയ വീട് എങ്ങനെയുണ്ട് ദുവാ? കൊള്ളാം. ആക്ച്വലി ദുവാക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്തേ ദുവാ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? മാങ്ങയുണ്ട്, എന്ത് പൂച്ച ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി വരും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? അള്ളുന്ന പൂച്ച, അള്ളുന്ന പൂച്ചയാണ് ഇവിടെ കൂടുതലുള്ള ഗായ്സ്. അപ്പോൾ നമ്മൾ ആ പൂച്ചകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കും, അല്ലേ ദുവാ? കാരണം പൂച്ചകളെ നമുക്ക് ഇഷ്ടമാണ്. ദുവാക്ക് ഒരുപാട് പൂച്ചകളെ അറിയാം. ഏതൊക്കെ പൂച്ചകളെ അറിയാം? 1 2 3 4 പൂച്ചകളെ അറിയാം. ആക്ച്വലി നമ്മളിപ്പോൾ പുതിയ വീട്ടിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പേര് പോസിറ്റീവ് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ അതിൻ്റെ തത്രപ്പാടിൽ ഓട്ടമാണ്. കാരണം ജോലി നോക്കണം, അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ പറ്റുന്നില്ല. കാരണം ഹെക്റ്റിക്കാണ്. ഓട്ടം ഷൂട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പം തിരക്ക് കാരണം വീട് പണിയും നോക്കാൻ പറ്റുന്നില്ല. അതാണ് ഇത്ര ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കുറച്ച് നേരത്തെ കയറിയേനെ. അപ്പോൾ കയറാൻ പറ്റിയില്ല, അല്ലേ ദുവാ? കയറാൻ പറ്റിയില്ല. ദുവാക്ക് വിഷമമുണ്ടോ? ഇല്ല, ദുവാക്ക് വിഷമമില്ല. കാരണം ദുവാക്ക് പുതിയ വീട്ടിൽ മാറുന്നതിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഓക്കെ ദുവാ, അവിടെ നോക്ക്, എത്ര പേരെ കണ്ടോണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. ഹേ ഗായ്സ്, അപ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്ത് നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കാറുണ്ട്. പിന്നെ വേറെ എന്തുണ്ട്? ഒന്നുമില്ല എന്ന് പറയുന്നു. നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നതും. കാരണം നമ്മൾ ചെയ്തത് സർപ്രൈസ് വീഡിയോ ആയിരുന്നു, അല്ലേ? സർപ്രൈസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഉമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുത്ത് അതിൽ എൻ്റെ മോളാണെങ്കിൽ ഒരേ ചോദ്യമായിരുന്നു, എന്ത് വേണം? അലുവ വേണം. ബാപ്പച്ചിക്ക് ചെവി കേട്ടൂടെ, എത്ര വട്ടം വിളിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലുവ ഞാൻ ബാപ്പച്ചി അന്ന് വാങ്ങിച്ചു തന്നല്ലോ. അന്ന് വാങ്ങിച്ചു തന്നില്ലേ ബാപ്പച്ചി? ചുമ്മാ പറയാനാണ്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് അലുവ വാങ്ങിച്ചു തന്നില്ലേ? കള്ളം പറയല്ലേ? ഞാൻ വാങ്ങിച്ചു കൊടുത്ത്, സത്യം. പിള്ള മനസ്സിൽ കള്ളയില്ലെന്നാണ്. പക്ഷേ ഞാൻ അന്ന് പോയി, അന്ന് രാത്രി തന്നെ കോഴിക്കോട് നിന്ന് അലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയിലാണ് പുള്ളിക്കാരി കാറിൽ നിന്ന്, ബാപ്പച്ചി അലുവ വേണം ബാപ്പച്ചി. എന്നിട്ട് ഞാൻ അലുവ തന്നില്ലേ ദുവാ? തന്നല്ലോ. സത്യം പറ ദുവാ, നാറ്റിക്കരുതേ പ്ലീസ്. വാങ്ങിച്ചു തന്നില്ലേ ബാപ്പച്ചി? കണ്ടോ, വാങ്ങിച്ചു തന്നു. അപ്പോൾ എന്തായാലും വീടിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് വീണ്ടും ഞാൻ പറയുന്നില്ല, ഭാര്യ വിളിച്ചു വരുത്തുന്നു. ഓക്കെ, പെട്ടെന്ന് എന്താണ് സ്ഥലം ഒരു മാറ്റം, കളർ മാറ്റം, എന്നെ മൊത്തത്തിലൊരു മാറ്റം. കയ്യിൽ നിന്ന് ദുവ എവിടെ പോയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദുവ അന്ന് ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ഫ്രസ്ട്രേഷനൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന അങ്ങ് നിർത്തി. അങ്ങനെ വൈഫ് എത്തിയിരിക്കുക. അപ്പം വൈഫിന് 1 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലല്ല, നമ്മൾ നിരന്തരം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല. കാരണം ഇവിടെ പട്ടിയെ കാണിച്ചിട്ടുണ്ട്. പട്ടി പണിയായിരുന്നു. കാരണം അങ്ങനത്തെ ഓട്ടമാണ് ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നെട്ടോട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, നിക്കറിടാൻ പോലും സമയമില്ലാത്ത അവസ്ഥ. അപ്പം സർപ്രൈസ് വീഡിയോയ്ക്ക് ശേഷം പലരും നമ്മുടെ സന്തോഷത്തിൽ പാർട്ടായി. ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സർപ്രൈസ് എക്സ്പീരിയൻസ്? പറഞ്ഞോളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. എന്നും ലൈഫ് ലോങ് ഇങ്ങനെ മനസ്സിൽ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻറ്റുകളിലൊന്നാണ് അതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാരുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണും, പക്ഷേ ജീവിതത്തിൽ അത് നടക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ, ഇത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരു വീട് നമുക്ക് സർപ്രൈസായിട്ട് നമ്മുടെ ഹസ്ബൻഡ് തരാമെന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിനൊരു അർത്ഥമുണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ അർത്ഥമുണ്ട്, നമ്മൾ ജീവിക്കുന്നതേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. പക്ഷേ ഇതൊരു എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ വലിയൊരു ബ്ലെസ്സിങ് എന്നല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. അൽഹംദുലില്ലാ, നമ്മൾ നിരന്തരം ചെയ്യുന്ന ദുആകളുടെ ഫലവും നമ്മുടെ മോളുടെ ഭാഗ്യവും
പഠിച്ച നമുക്കൊന്ന് അനുഗ്രഹം എന്നല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഭാനുവിൻ്റെ ഭാഗ്യം. ഓക്കെ, ഭാനുവിൻ്റെയും ദുബായുടെ ഭാഗ്യം തന്നെയാണ് ശരിക്കും. അപ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് നടന്നു. ഞാൻ വീട് വാടകയ്ക്ക് നോക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഭാനുവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭാനുവിന് എവിടെയോ കത്തി, വീട് വാടകയ്ക്കെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. പക്ഷെ കത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പഴയ നമ്മൾ നോക്കിയ വീടല്ലേ, അപ്പോഴും വീട് വാങ്ങിച്ചു എന്ന് പറയുന്ന സാധനത്തിൽ എത്തുന്നില്ല. നമ്മൾ പഴയ വന്ന് നോക്കിയ വീടല്ലേ. ഞാൻ പറഞ്ഞു അതെ അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആ മൊമെൻറ്റിലെ ടപ്പന, അതായത് പവർ കട്ടാവാണ് ഭാനു. എനിക്ക് എപ്പോഴും ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പം മുതൽ ഓരോ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അത് കുറച്ച് സമയം എടുക്കും, പക്ഷെ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷെ അതിനേക്കാൾ വലുതൊന്നും എനിക്ക് എപ്പോഴും പടച്ചോൻ തരാറുണ്ട്. അത് അൽഹംദുലില്ലാ ഇക്ക വഴിയാണ് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ അത് എനിക്കങ്ങനെയാണ്, കാരണം എൻ്റെ കൂടെ എൻ്റെ ചുറ്റുമുള്ളവരെ എപ്പോഴും എനിക്ക് സന്തോഷിപ്പിക്കാൻ ഇഷ്ടമാണ്. വിഷമം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. എല്ലാ മനുഷ്യരും ഇപ്പോൾ വീട്ടിൽ നമ്മൾ കാണുന്ന ചിരിച്ച് കളിച്ച് നമുക്ക് ഇമോഷൻസ് വരാറുണ്ട്. ഈ ആൺകുട്ടികൾ കരയോ, ഉറപ്പായിട്ടും ഫീലിങ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അല്ലേ കണ്ണീർ നിനക്ക് വിഷമം ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സങ്കടപ്പെടുന്നതിലോ അല്ലേ കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടെ കണ്ണ് നിറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ അല്ലേ. ഒരു ആൺകുട്ടി അങ്ങനെ കരയുന്നതിൽ വല്ല ഇല്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് വിഷമം വന്നാൽ അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്, ദേഷ്യം വന്നാൽ അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അത് പുറമേ കാണുന്ന തമാശ അത് വേറൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ പുറമേ കാണിക്കുന്ന ഈ പ്രാങ്ക് ചെയ്യുന്നതും തമാശ പറയുന്നതും അതിലൊക്കെ ഉപരി മാഹീൻ മച്ചാൻ എന്ന് പറയുന്ന ഒരു ഫിഗറിനേക്കാളുള്ളിൽ മാഹീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് എല്ലാ ഇമോഷൻസും എനിക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ആനിവേഴ്സറിക്ക് തന്നെയാണ് വീട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു ആനിവേഴ്സറി കൊടുക്കുക സർപ്രൈസ് കൊടുക്കുന്നത്. ഞാൻ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് പല്ലി വലിച്ച് ബാങ്കും വിളിക്കുന്നു. അപ്പം അങ്ങനെ വീട്ടുകാരും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ കൊള്ളാമല്ലോ എന്ന് ആനിവേഴ്സറി കൊടുക്കല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് മാനുവിനെ ഇവിടെ കൊണ്ടുവന്ന് ആനിവേഴ്സറി ഡേ നമ്മുടെ മാർച്ച് 22 ഇവിടെ കൊണ്ടുവരാണ് വീട് വാടകയ്ക്കെന്ന് പറഞ്ഞ് എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫുൾ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടില്ല, കാരണം അത് നമ്മുടെ മൊമെൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഹാപ്പിനെസ് കുറേ കാണുമായിരിക്കാം, സങ്കടങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം, തർക്കങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ മൊത്തം നമ്മുടെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ കാണിക്കണം, 10 ആളിനെ കാണിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോവും. നമ്മുടെ ബെസ്റ്റ് ഹാപ്പിനെസ് നിറഞ്ഞ പാർട്ട് മാത്രം നിങ്ങൾ കാണുക. അതിനെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണമെന്ന് പറഞ്ഞ് ദുആയും ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ നമ്മളിവിടെ പാലുകാഴ്ച നടത്തി ഇവിടെ കയറുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. ഓക്കെ, വൈഫ് വന്നിട്ടുണ്ട്. ഇനി ബാക്കി പാലുകാഴ്ച ദിവസം കാണാം അല്ലേ. ഇനി കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നസീത്ത് വരുന്നുണ്ട് സൗദിയിൽ നിന്ന്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് അളിയൻ അല്ലു അബിയ എല്ലാവരും വരുന്നുണ്ട് പാലുകാഴ്ചൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ അവർ വരുന്ന വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാമായ എൻ്റെ സഹോദരി, എൻ്റെ അളിയൻ, എൻ്റെ സഹോദരിയുടെ 2 ചുങ്കുട് മക്കൾ എല്ലാവരും വരികയാണ് സുഹൃത്തുക്കളെ ആ പാല് കാച്ച നിമിഷത്തിലേക്ക്. അവർ സൗദിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ വ്ളോഗൊക്കെ കാണുകയാണെങ്കിൽ അറിയാം. അല്ലു അബിയ നസീത്ത പിന്നെ ബാബുക്ക അങ്ങനെ അധികം നാട്ടിലേക്ക് വരാറില്ല, സൗദി തന്നെയാണ്. അങ്ങനെ ബാബുക്കയും പാലുകാച്ചിന് ഇത്തവണ എത്തുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അളിയൻ ഈസ് ഹിയർ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊരു വീട് വാങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സ്റ്റേജിൽ ആ ഒരു കടുക്കുന്ന സ്റ്റേജിൽ നിന്ന ടൈമിൽ ഫുൾ സപ്പോർട്ടായിട്ട് നീ വാങ്ങടാ, നീ എന്തിന് ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഈ സപ്പോർട്ട് തന്ന ഫാമിലിയാണ്. അപ്പോൾ അവരുണ്ടെങ്കിലേ എനിക്ക് എല്ലാം ആവുള്ളൂ. അതുകൊണ്ട് അവരെ കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എത്തി. അപ്പോൾ എയർപോർട്ടിലോട്ട് തൊപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. Hey man, assalamu alaikum. Sidda maale. No, okay, assalamu alaikum. Hey. Yeah? Maybe smell.
ഇത് റൂമായിരുന്നു, അതായിരുന്നു ഡൈനിങ് ഏരിയ. ആ ഏരിയ അത് എടുത്ത് ഇവിടെ റൂമാക്കി. അപ്പം അങ്ങനെ സെറ്റായി. എന്നിട്ട് ഇവിടെ ജനലായിരുന്നു, ഇത് പൊളിച്ച് ഒരു സ്ലൈഡിങ് ഡോറാക്കി. നല്ല കാറ്റുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള? താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുൾ സപ്പോർട്ട്. എങ്ങനെയുണ്ട്? 15 വർഷത്തിൽ നാട് കാണാൻ വേണ്ടി വരുന്ന ആളാണ്. എങ്ങനെയുണ്ട് വീട് മൊത്തത്തിൽ? താങ്ക് യു സോ മച്ച്. ഗൾഫിൽ ഇരുന്നൊക്കെ ആയിരുന്നു ഫുൾ മേടിച്ചോ, ധൈര്യമായിട്ട് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതെ അതെ. നെസ്സിയേച്ചിയുടെ വീടും തൊട്ടപ്പുറത്താണ്. അതെ, നമ്മൾ നൈബേഴ്സായി. അതെ അതെ. വീട് പണിയൊക്കെ ഏകദേശം കഴിയാറായി. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് ഓരോ പണികൾ കഴിയുമ്പോഴും കാണുമ്പോഴൊക്കെ. കാരണം കയറി താമസിക്കാനുള്ള ടൈമൊക്കെ ആയി വരികയാണ്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മളിവിടെ താമസം തുടങ്ങും. അപ്പം അതിൻ്റെ ലാസ്റ്റ് തത്രപ്പാട്ടിലുള്ള ഓട്ടത്തിലാണ്. ശരിക്കും എത്ര നന്ദി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും മതിയാവില്ല. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടല്ലോ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചുകൊണ്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ട് കരഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഒരു സന്തോഷം ഷെയർ ചെയ്തപ്പോൾ തന്നെ എത്ര പേരെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ആ ഒരു മൊമെൻറ്റിൽ ജോയിൻ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു മൊമെൻറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എനർജി കുറച്ചും കൂടെ കൂടി. ഭയങ്കര ഒരു ബൂസ്റ്ററാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ബൂസ്റ്റർ എനിക്ക് തരിക. ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിപ്പോവും. ചില കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എനർജി ഉണ്ടെങ്കിൽ പോലും ഡൗൺ ആയിപ്പോവും. അപ്പോൾ നമുക്ക് സപ്പോർട്ട് കൂടെ ഉള്ളവർ തരുമ്പോഴേ ഭയങ്കര എനർജി ആയിരിക്കും. അതിലെടുത്ത് പറയേണ്ടതാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ മൂത്താപ്പയുടെ മോൻ ഫാമിലി, അതുപോലെ തന്നെ എൻ്റെ എല്ലാമായ എൻ്റെ ഇത്തയുടെ മക്കൾ, അളിയൻ. എത്ര നന്ദി പറഞ്ഞാലും അടുത്തൊന്നും മതിയാവില്ല. ഇനി നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. നമ്മളൊരു വീട് വാങ്ങുന്നു, അത് സ്വന്തം ഹാർഡ് വർക്കിലൂടെ വാങ്ങുമ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലുള്ള ഓട്ടത്തിലായിരിക്കും. ചിലർ ഇപ്പം അത് വാങ്ങിച്ച് പണിതുകൊണ്ടിരിക്കുന്നവർ കാണുമായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഞാനും ദുആ ചെയ്യാണ്. ചില സമയം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തനിയിരുന്ന് കരയോടെ അവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചതൊക്കെ നോക്കിയിരുന്ന് സ്വപ്നമാണോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് നോക്കും. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഞാൻ പണിയില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാറുണ്ട്. കാരണം അത് ഭയങ്കര ഒരു സന്തോഷമാണ് തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ അതിൽ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു പാടാണ്. അപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കാനേ പോയിട്ടില്ല. മനസ്സിലായില്ലേ? വേറെ വെളിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞാനായിട്ട് തന്നെ എടുത്തു വയ്ക്കുന്നു. അവരെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് അതൊക്കെ ഒരുപാട് പാടുണ്ട്. കാരണം ജോലി കൊണ്ടുപോകണം, ജോലി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓടി ഇങ്ങടേക്ക് വരണം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നെസ്സിയത്തെയും ഫാമിലി, അതായത് നെസ്സിയത്തെയും അല്ലും അബിയും അളിയനൊക്കെ പാലുകാച്ചിനൂടെ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചിലപ്പോൾ ഇതിന് മുന്നേ പാലുകാച്ച് നടത്തായിരുന്നതാണ്. പക്ഷേ അതങ്ങ് നീണ്ടുപോയി. പണി കാരണം നീണ്ടുപോയി. കാരണം ഇവർ വരാൻ വേണ്ടിയിട്ടായിരിക്കും ആ പാലുകാച്ച് ഇത്രയും നീണ്ടത്. അവരും വന്നു. ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവർ വേണം ആര് വരുന്നതിനേക്കാളും ഇവർ മുന്നിലുണ്ടായിരിക്കണം എൻ്റെ കൂടെ ഈ പാലുകാച്ചിന്. കാരണം ആ ടൈമായപ്പോൾ അവരും എത്തി. ഇനി പാലുകാച്ചിൻ്റെ ടൈമാണ്. കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. പിന്നെ അവർ വീട് വന്ന് കണ്ട് അവരുടെ സന്തോഷം കണ്ടില്ലേ.
അപ്പോൾ ഗൈസ് ഇനി പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ബിഗ് ബോസിൽ ചെന്നിരുന്നെങ്കിൽ അനീഷിന് വീട്ടിൽ മൈജി കൊടുത്തു വിട്ടോ പോലെ എല്ലാം ബിഗ് ബോസിൽ ഒരു 100 ദിവസം നിന്നിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ സാധനം കൊണ്ട് നിറഞ്ഞനെ. എല്ലാം ചിലവാണല്ലോ. അപ്പോൾ ഇനി സോഫ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. പിന്നെ പാല് കാച്ചിന് ഫുഡ് വരുന്നവർക്ക് ഗ്രാൻഡായിട്ട് ഫുഡ് കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി പെൻഡിങ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇനി അന്വേഷിക്കണം. ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുറേ അധികം സാധനങ്ങൾ വീട്ടിൽ മേടിക്കാനുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അതായത് വീട്ടിൽ പണിയെടുക്കാൻ ഇലക്ട്രീഷ്യൻ വന്നായിരുന്നു. 3000 രൂപയുടെ വെറും 3000 രൂപയുടെ പണിയേ ഉള്ളൂ മച്ചാനെ, നമുക്ക് കുറച്ച് സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചിരുന്നു. പാനലിംഗ് വർക്കും കൂടെ നമുക്ക് ചെയ്താലോ മച്ചാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ചെയ്യടാന്ന് പറഞ്ഞു. അതിൽ നിന്ന് തുടങ്ങിയതാണ്. വെറും 3000 രൂപയ്ക്ക് തുടങ്ങിയ പണി 1.5 ലക്ഷം രൂപയിൽ വന്ന് എത്തി നിന്നു. ഇലക്ട്രിക് പണി തുടങ്ങിയതാണ്. ആ വയറിങ്ങനെ ഒരു ഞാൻ ആ ഇലക്ട്രീഷ്യൻ വന്ന് വൻ സൂപ്പറായിട്ട്, അതായത് അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ചെയ്തു തന്നു, നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്തു തന്നു. പക്ഷേ സാധനങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ന സാധനം വേണം മച്ചാനെ, ഇന്നത് പോയിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പം അവസാനം ഞാനിങ്ങനെ തല പുകഞ്ഞിരിക്കുന്ന ടൈമിലാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്. കുട്ടിക്കാലം മുതലേ ശരിക്കും എന്തെങ്കിലും ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് വല്ലതും വന്നു കഴിഞ്ഞാലും വീട്ടുകാർ പണ്ട് തൊട്ടേ പറഞ്ഞ് അതങ്ങ് മനസ്സിൽ സ്ഥാനം പിടിച്ചൊരു കടയുണ്ട്. ഭയങ്കര റേറ്റും കുറവാണ്. അത് നമ്മുടെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരാളും കൂടെയാണ്, ലക്ഷ്മി ഇലക്ട്രിക്കൽസ്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ സാധനം എടുത്തത്. അവിടെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വീട്ടിലൊരു ഹെവി ഒരു സാധനം കയറി വരുമ്പോൾ തന്നെ കാഴ്ചയിൽ വൻ സാധനമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ലൈറ്റ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. ലൈറ്റ് മാത്രമല്ല, ഇവിടുത്തെ തിരക്ക് കാണണം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഈ തിരക്ക് കുറഞ്ഞത്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മണ്ണിട്ടാൽ തറയിൽ കാണില്ല അല്ലേ? അമ്മാതിരി തിരക്കാണ്. കാരണം എല്ലാവരുടെ മൈൻഡിലും ലക്ഷ്മി ഇലക്ട്രിക്കൽസ് ഒരു സ്ഥാനമുണ്ട്. അതങ്ങനെ ഒരു ബ്രാൻഡാണ്. തിരുവനന്തപുരംകാരുടെ ലക്ഷ്മി ഇലക്ട്രിക്കൽസ് ഐശ്വര്യമാണ്. സാധനം കിട്ടും. ഇവനാണ് 3000 രൂപയ്ക്ക് വീട്ടിൽ പണിയാൻ വേണ്ടി വന്നാൽ. കണ്ടോ ഫർസിൻ, ഇവൻ നമ്മുടെ കരമനയായി 3000 രൂപയ്ക്ക് പണി വീടായി 3000 രൂപയ്ക്ക് പണിയാൻ വേണ്ടി വന്നവൻ എൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ പണിയാണ് ചെയ്ത് വീട്ടിൽ നിന്ന്. അതെ, ആ സാധനങ്ങൾ മൊത്തം എടുത്തത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഒരു ലൈറ്റ് കണ്ണി ഉടക്കി കേട്ടോ. ശരിക്കും ഫർസിനെ ഒരു ലൈറ്റ് കിട്ടില്ല, ലൈറ്റ് മേളിൽ എൻ്റെ കണ്ണിലങ്ങ് കൊളുത്തി. അതിനാണ് വിളിച്ചു വരുത്തിയത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ സ്വിച്ച്, വയറ്, കുറേ പരിപാടിയാണ്. മേളിൽ ഹീറ്റർ, സ്വിച്ചസ്. മേളിൽ കയറി പോകണം. കണ്ട 3 നിലകളിലായിട്ട് വിശാലമായ ഷോറൂമാണ് നമ്മുടെ ലക്ഷ്മി ഇലക്ട്രിക്കൽസ്. ലിഫ്റ്റിൻ്റെ കുറവാ, ലിഫ്റ്റും ഉണ്ട് അപ്പുറത്തുണ്ട് ആ സൈഡിലാ. ഇവിടെ ഫാന് ഹീറ്റർ അങ്ങനത്തെ ഒരു ഫ്ലോർ കണ്ടോ. ഇവിടെ തന്നെ വാവ്. കാണിച്ചു. ഞാൻ നോക്കിയ സാധനം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് തൂക്കിയിട്ടേക്കുന്നത് ഇത് വേണ്ട, പക്ഷെ നല്ല രസമുണ്ട്. റോഡൊക്കെ നമ്മുടെ മുത്തു അങ്ങറ്റം. ഈ സാധനം എൻ്റെ കണ്ണിൽ കൊള്ളാമല്ലേ? ഇതെൻ്റെ കണ്ണിലെ 3 in 1. നോക്കിക്കോ, ഇവിടെ സ്വിച്ച് ഇടും. ഇത് വൈറ്റ് അല്ല, ഇത് വൈറ്റ്, വാമ്, സൂമ്, ന്യൂട്രൽ വൈറ്റ്. അതെ, ഇതാണ് നമ്മുടെ സാധനം. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കിടിലം ഓഫറിലൊക്കെയാണ് സാധനങ്ങൾ ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, 1 ലക്ഷത്തിൻ്റെ സാധനമൊക്കെ വേറെ 80,000 രൂപ. ഇത് തലയിൽ കൂടെ വീഴുന്ന തീർന്നു. ഞാൻ പൊത്തൻ നീ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ പണി ചെയ്ത് ഇവിടെ മൂഞ്ചിപ്പിച്ചിട്ടുള്ള വേറെ ലെവൽ. അപ്പോൾ നമ്മൾ ആ ലൈറ്റാണ് എടുക്കാൻ പോകുന്നത്. മുതലാളി ഒന്ന് പോയി കാണട്ടെ, എന്നിട്ട് ഡിസ്കൗണ്ടും എല്ലാം തരുമോ എന്ന് ചോദിച്ചേക്കാം. സീരിയസ് ആയിട്ട് ഡിസ്കൗണ്ടൊക്കെ തരും. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒന്ന് കണ്ട് കാര്യം മുതലാളി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും കട്ട ഡിസ്കൗണ്ട്. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഫർസൻ, എനിക്കൊരു ഡൗട്ട്. ഞാനേ ഈ സ്വിച്ച് നമ്മൾ കുറേ സ്വിച്ചസ് വീട്ടിൽ എടുത്തല്ലോ, അതിൽ നമ്മൾ വെളിയിലിട്ടേക്കുന്ന സ്വിച്ച് ഇട്ടു. പക്ഷേ ഇതിപ്പോൾ ഈ സ്വിച്ച് ഞാൻ ഇപ്പോൾ ഓണാക്കിയപ്പോൾ എവിടെ ആയിരിക്കും കത്തുന്നത്? ഇപ്പോൾ ഈ സ്വിച്ച് ഇപ്പോൾ ഇവിടെ ഓണാക്കി, പക്ഷെ ഒന്നും കത്തിയില്ലല്ലോ ഇവിടെ. അതെവിടെ ആയിരിക്കും? പിന്നെ എന്തിനാ ഇവിടെ ആവശ്യമില്ല സ്വിച്ച് വെച്ചേക്കുന്നേ? കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ ശരി. ഞാൻ ആവശ്യം, ഞാൻ അതിൽ സ്വിച്ച് ഒന്നും ഇട്ടിട്ട് വർക്കാവില്ല. എന്നാ കറണ്ട് ബില്ല് ആവശ്യമില്ലാതെ കൂടി. അതപ്പോൾ എത്ര രൂപ?
എല്ലാം കൂടെ മാറ്റണമെങ്കിൽ വന്നോളൂ. വരും. വിശാലമായ ഷോറൂം. നീ അവിടെ കിടന്ന് ഉറങ്ങും മിക്കാറും. ഒരു ഫാൻ എടുക്കാൻ വേണ്ടി വന്നതാണേ. ഒരു വീട് വാങ്ങിക്കുന്നതിനെക്കാട്ടും കൺഫ്യൂഷൻ. ഇതല്ലേ ഞാൻ കറങ്ങും പോലെ ഇരിക്കണേ നല്ല നോക്കുമ്പോൾ. മൊത്തത്തിൽ വട്ടം. നീ എവിടെ നിന്ന് പണി ചെയ്ത് മൊത്തത്തിൽ വട്ടം കറങ്ങി. പക്ഷെ ഫാനിൻ്റെ വിശാലമായിട്ട് കളക്ഷൻ കേട്ടോ. ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്ത് പറയും അവിടെ ഉണ്ട് ഇതുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ. ഒറ്റമ്മോ അതെന്തോന്ന് ഹെലികോപ്റ്ററാ? ഓ സീൻ. ഇതിട്ട് കഴിഞ്ഞാൽ കുടുംബം മൊത്തം കറങ്ങും കേട്ടാ. അത് സാധനം സെറ്റ് ആയിട്ട്. ഇത് ഏത് കമ്പനിയാ? കൂൾ. ഓ വില കേട്ടാ പക്ഷെ കൂളാവില്ല നമ്മൾ. കൂളാവില്ല നമ്മൾ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യണം. അവസാനം ഒരു ലോഡ് ഫാൻ നോക്കിയിട്ട് ഇനി ഹീറ്റർ എടുക്കേണ്ടി വരുമല്ലോ. എവിടെ നോക്കിയാലും കണ്ണോട്ട്. ഓ അവിടെ മറ്റേ ഇതും കിടക്കുന്നു, എക്സോസ് ഫാൻ. അത് വാങ്ങണം. ഇതങ്ങ് കണ്ണുടക്കി ഇതങ്ങ് എടുക്കണം. നോക്കാം. ഇത് അടച്ചാൽ ഈ തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കട അടച്ചാൽ ഈ തിരക്കാണ് മിക്കവാറും. ഹായ് ബ്രോ. ഈ തിരക്കിലായിരിക്കും അല്ലേ? ഫുൾ ടൈം മുതലാളി അതിൻ്റെ അകത്ത് മീറ്റിംഗ് ആയിരിക്കും. നമ്മൾ സാധനമൊക്കെ എടുക്കേണ്ടി വന്ന് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മുതലാളി ഒന്ന് കാണട്ടെ. ഫുൾ മീറ്റിംഗ് ആണ്. ഏത് ടൈം വന്നാലും ഇത് ഫുൾ ടൈം ഇങ്ങനെ ഒരു ലോഡ് ആൾക്കാർ കാണും അല്ലേ? ഫുൾ ടൈം. ഇത് ഏത് കമ്പനിക്കാരാ? മെനങ്ങാന്ന് വന്നപ്പം ഒരു 16 കമ്പനി ഉണ്ടായിരുന്നു ഇതേപോലെ. സാറാണോ അവരെ ശരിക്കും മീറ്റിങ്ങിൽ വരുന്നത്? ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുനാൾ മുതലേ കേൾക്കുന്ന പേരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധനം എടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും. ന്യൂജൻ ടെക്നോളജി ഐറ്റംസ് ഇവിടെ കിട്ടും. എന്ത് പറഞ്ഞാലും ഉണ്ട് അല്ലേ? വെറൈറ്റി എന്തെങ്കിലും പുതിയ ഐറ്റംസ് വല്ലതും പുതിയതായിട്ട് ആണല്ലേ? ഓഫറും കാണും. ശരി, അടിപൊളി. അപ്പോൾ സാർ തിരക്കിൽ ഞാൻ പോട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. 1963 ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമുക്ക് അത്രമാത്രം വില കുറച്ച് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും ജെന്യുവിനായിട്ട് ഞാൻ ചേട്ടനെ കയറി കാണും, നമ്മുടെ ഓണറിനെ കയറി കാണും. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. ടോട്ടൽ 2 ബ്രാഞ്ചസാണ് നമ്മുടെ ലക്ഷ്മി ഇലക്ട്രിക്കൽസിനുള്ളത്. ഒന്ന് ഇവിടെയും നമ്മുടെ പോത്തീസ്, അതായത് നമ്മുടെ ആയുർവേദ കോളേജ് പോത്തീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലാണ് നമ്മുടെ ലക്ഷ്മി ഇലക്ട്രിക്കൽസ്. അതുപോലെ തന്നെ പടിഞ്ഞാറക്കോട്ടയിലുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ. വീട് മൊത്തം ഞാൻ കാണിച്ചു തന്നിട്ടില്ല അല്ലേ നിങ്ങൾക്ക്? അത് കാണിച്ചു തരാം. സമയമായി വരുന്നതല്ലേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ കഠിന ശ്രമത്തിൽ ഇതാ നമ്മൾ സാധനമൊക്കെ തൂക്കിയിട്ട് കിടപ്പ് കണ്ട 3 നിറങ്ങളുണ്ട്. കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ലവ് യു ഗൈസ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടെ ഉണ്ടായിരിക്കണം. Yeah. Take care. കുറേ നേരം ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ഒറ്റയ്ക്ക് ആരും ഇല്ലായിരിക്കും. രാത്രി ഇവിടെ ഞാൻ വന്ന് കഥ തുറന്നിങ്ങനെ കുറേ നേരം വന്ന് നിൽക്കും. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ അച്ചീവ് ചെയ്ത് നമ്മളൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ആസ്വദിക്കണം. അത് ഭയങ്കര ഒരു സംഭവമാണ്. ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിക്കാൻ തോന്നും. അതൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. തലകുത്തി മറിയാൻ തോന്നുന്നു. എല്ലാം പടച്ചോൻ അതെ ആമീനാക്കി തന്നു. വിചാരിച്ചതുപോലെ എൻ്റെ ഈ ഒരു പ്രായത്തിൽ